എല്ലാവർക്കും ഉഷാ ഗാർഡൻ വില്ലയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പറമ്പിലെല്ലാം ഉള്ള പാളയം തോടൻ കായ. അത് അധികം മൂക്കാത്തതാണ്. നമ്മുടെ കൊളസ്ട്രോളിന് ഏറ്റവും ബെറ്ററായതാണ്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അരിഞ്ഞു കഴുകരുത്. അരിഞ്ഞു കഴുകാതെ നമുക്ക് ഉണ്ടാക്കാം. നമുക്കിത് ഇനി കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്യണം. വിധം തൊലി കളയാതെ കണ്ട നമ്മളിത് ചെയ്യുന്നത്. ഇതിന് വേണ്ടുന്ന കായെല്ലാം കട്ട് ചെയ്ത് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതിന് ശേഷം അതിന് വേണ്ടുന്ന ചേരുവകൾ, ഇതിന് വേണ്ടുന്ന ചേരുവകൾ: ഒരു കപ്പ് തേങ്ങ തിരിഞ്ഞത്, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, ജീരകം, മുളക് പൊടി, 2 കതിർപ്പ് കരിവേപ്പില. 1 കിലോ കായ അരിഞ്ഞതാണ്. പാത്രത്തിലോട്ട് ഇത് കായ അടപ്പേ വെച്ച് 1 മഗ് വെള്ളം ഒഴിച്ച് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടീസ്പൂൺ ഉപ്പ്. സ്റ്റൗ ഓണാക്കാം. പത്ത് മിനിറ്റ് ഇത് വേവണം. ഇവകളെല്ലാം കൂടെ നമുക്ക് മിക്സി അടിച്ചെടുക്കണം. അതായത് 1 കപ്പ് തേങ്ങ, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ജീരകം, മുളക് പൊടി, കറിവേപ്പില. ഇതിന് വേണ്ടുന്നത് 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞപ്പൊടി, പിന്നെ തേങ്ങ ചിരുകി വെച്ചേക്കുന്നത്, മുളക് പൊടി 1 ടീസ്പൂൺ. ഇനി ഇത് മിക്സിയിലിട്ട് നമുക്ക് അടിച്ച് വെന്തിട്ടുണ്ട്. അതിന് അരപ്പ് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു മിനിറ്റ് ഒന്ന് അരപ്പൊന്ന് വേഗം. തോരനെല്ലാം റെഡിയായി. ഇതിനെയും കടുക് പൊട്ടിച്ചിടണം. അടുത്തത് അതിന് ഒരു പ്ലാന് അടുപ്പിലോട്ട് വെച്ച് ഇതൊന്ന് ചൂടാകട്ടെ. നമുക്ക് അടുത്തത് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് കടുക് പൊട്ടിക്കാം. നമ്മുടെ എണ്ണ ചൂടായി. ഇനിയും കടുക് ഇടണം. കടുകും 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. കടുകും ജീരകവും പൊട്ടി. ഇനി നമുക്ക് ഉള്ളിയും കരിയാപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. കടുക് വറുത്തതിനകത്തിലോട്ട് നമ്മുടെ ഈ കുടഞ്ഞത് നമ്മൾ കടുക് വറുത്ത് എല്ലാം ഇളക്കി. ഇത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഏറ്റവും ബെറ്ററായ ഒരു വിഭവമായത് ഈ കാത്തോരൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാത്തോരൻ
റെഡിയായി. അതായത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോ എത്തുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.